വളരെ സന്തോഷമുള്ള ഒരു ദിവസം. ഏക എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള ഞങ്ങളുടെ ചാനലിൽ ഇതാണ് ഏക കേട്ടോ, 500K 5 ലക്ഷം പേര്, 500,000 ആൾക്കാർ ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ഉണ്ട്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. നിങ്ങളുടെ മുഖത്ത് സന്തോഷമില്ലേ? 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 അപ്പോൾ ഞങ്ങൾ ഒരു ചെറിയ രീതിയിൽ ഒരു സെലിബ്രേഷനാണ്, ഒരു കേക്ക് ഉണ്ടാക്കി. അതിനകത്ത് 500K ഫാമിലി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സന്തോഷങ്ങൾ നിങ്ങളെയും കൂടി അറിയിക്കുകയാണ്. ഇപ്പോൾ ഏകനെ കൊണ്ട് തന്നെ കേക്ക് മുറിക്കാൻ ഇപ്പം ഞാൻ പറയാം, ഞാൻ അച്ഛൻ അവിടെ പോയിട്ട് ക്യാമറ ഇങ്ങനെ സൂം ചെയ്ത് കൊണ്ടുവരട്ടെ, എല്ലാവർക്കും കാണാമല്ലോ, ഇല്ലയോ? അപ്പം ഒരിക്കൽ കൂടി എല്ലാവരോടും വളരെയധികം സ്നേഹത്തോടെ സന്തോഷത്തോടെ നന്ദി പറയാണ്. ഞങ്ങളെ ഈ ഒരു അച്ചീവ്മെന്റിൽ എത്തിച്ചതിൽ നിങ്ങളുടെ എല്ലാം സ്നേഹം നിറഞ്ഞ സപ്പോർട്ടുണ്ട്, തുടർന്ന് ഉണ്ടാവുക. തുടർന്ന് അതുപോലെ സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് നമ്മുടെ അതില് അതിലോട്ട് എത്തട്ടെ. നീ താരമൊക്കെ ഇവിടെ നിൽപ്പുണ്ട്, അറിയാമല്ലോ എല്ലാവരെയും. കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ആ സ്നേഹത്തിന്റെ കേക്ക് ഞങ്ങൾ കട്ട് ചെയ്യട്ടെ, സന്തോഷത്തിൻ്റെ ഞങ്ങൾ കട്ട് ചെയ്യട്ടെ. അപ്പം ഞാൻ അവിടെ പോയിട്ട് ഇങ്ങോട്ട് സൂം ചെയ്തിരിക്കാം. ഓക്കെ സുഹൃത്തുക്കളെ, ഞങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞങ്ങളുടെ 500,000 യൂട്യൂബ് ചാനലിൻ്റെ ഏക എൻ്റർടൈൻമെൻറ്റിൻ്റെ സന്തോഷത്തിന് വേണ്ടിയുള്ള കേക്ക് ഞങ്ങളുടെ ഏക മോൾ ഏക രതീഷ് കട്ട് ചെയ്യാൻ പോവുകയാണ്. ചക്കരെ കട്ട് ചെയ്തോ, അടിപൊളിയായിട്ട് കട്ട് ചെയ്തേ. ഒരു ക്ലാപ്പ് ഇടാവേ. ബർത്ത്ഡേ, ഇത് നമ്മുടെ ഒരു വേറൊരു ബർത്ത്ഡേ അല്ലേ? ഒരുപാട് സന്തോഷം. അതെ, ഞങ്ങളുടെ മെയിൻ ആക്ടേഴ്സ് ആണ്. അങ്ങനെ വായിലിട്ട് വെച്ച് കൊടുക്കാവണ്ടേ? വാ 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 വാ, എങ്ങനെയുണ്ട് കേക്ക്? ഞങ്ങളുടെ ചാനൽ മുതലാളി തന്നെയാണ് കേക്ക് ഉണ്ടാക്കിയത്. വീട്ടിലെ എല്ലാ ഫംഗ്ഷനും അവൾ തന്നെ കേക്ക് ഉണ്ടാക്കാറുള്ളത്. പിന്നെ എന്ത് മെൽറ്റായാ? കുറച്ച് ചെറുത് മതി, ചെറിയൊരു പീസ് മതി. അതെ, കുഴപ്പമില്ല, ചെറിയൊരു പീസ് കട്ട് ചെയ്താ. എനിക്ക് അത് വേണ്ട, ഈ ഇതിൻ്റെ പേര് ക്രീം മതി, വേണ്ട. ഓക്കെ, വാവ്. സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിൻ്റെ ഈ കേക്ക് ഞാനും കഴിക്കട്ടെ. കൊള്ളാം. സാധാരണക്കാളും കൂടുതൽ മധുരം ഉണ്ട് കേട്ടോ. നമുക്കെന്തെങ്കിലും പറയാനുണ്ടോ നമ്മളെ സ്നേഹിക്കുന്നവരോട്? തന്നല്ലേ മിസ്റ്റർ സച്ചു, നിങ്ങൾക്ക്? അതെ, 10 ലക്ഷം ആക്കണമെങ്കിൽ നമ്മൾ അതുപോലെ ജോലി ചെയ്യണം അല്ലേ? ഓക്കെ, ഗുഡ്. പറയൂ മാഡം. എനിക്കും അത് തന്നെ പറയാനുള്ള, എപ്പോഴെപ്പോഴും അത് തന്നെ പറയുന്ന ചിലപ്പോൾ അവർക്ക് ബോറടിക്കും. ഇത്രയും നാൾ എങ്ങനെയാണോ സപ്പോർട്ട് ചെയ്ത് അതുപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. മുമ്പോട്ട് സ്റ്റെപ്പായിട്ട് വളർന്ന് മുമ്പോട്ട് വരാൻ. അതെ, നിങ്ങളെ എല്ലാവരുടെയും സ്നേഹം ഉണ്ടാവണം, സപ്പോർട്ട് ഉണ്ടാവണം. നമ്മുടെ എന്തെങ്കിലും ഫ്യൂച്ചർ പ്ലാനിനെ പറ്റി വല്ലതും പറയാനുണ്ടോ സച്ചു? നമ്മുടെ ചാനൽ അതിൽ യൂട്യൂബിൽ മെയിനായിട്ട് ലോങ് വീഡിയോ കാണാൻ നല്ല ബെനിഫിറ്റൊക്കെ, പക്ഷെ ഞങ്ങൾക്ക് ലോങ് വീഡിയോ എടുക്കാൻ പറ്റാറില്ല. അതുകൊണ്ടാണ് ലോങ് വീഡിയോ എടുക്കാനുള്ള നിറയെ ഇതുണ്ട്, പക്ഷെ ഞങ്ങൾക്കത് എടുക്കാനുള്ള സാഹചര്യം ഒത്തു വരുന്നില്ല. അതുകൊണ്ടാണ് ഷോർട്സിൽ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം ലോങ് വീഡിയോസുകൾ ഇങ്ങനെ ഫാമിലി വ്ളോഗായിട്ട് വീട്ടിലെ കാര്യങ്ങളും വീട്ടിലെ തമാശകളും രസങ്ങളും ചെയ്യാനൊരു മനസ്സിലൊരു പ്ലാനുണ്ട്. എല്ലാവരുടെയും പൂർണ്ണ സഹകരണം ഉണ്ടാവും തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതായത് തുടർന്നുള്ള ദിവസങ്ങളിൽ അത് ചെയ്യാനുള്ള ഒരു പദ്ധതിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രാവൽ വ്ളോഗോ അല്ലെങ്കിൽ വെളിയിൽ പോയി ഇങ്ങനെ ഫുഡ് വ്ളോഗോ ഇതൊക്കെ ചെയ്യാനുള്ള സാഹചര്യം ഞങ്ങൾക്ക് ഒത്തു വരാറില്ല. വല്ലപ്പോഴൊക്കെ അമ്പലത്തിലൊക്കെ പോകുമ്പോഴായിരിക്കും ഞങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിരുന്നത്. അല്ലാത്ത പക്ഷം ഭൂരിപക്ഷം സമയം ഞങ്ങൾ വീട്ടിൽ തന്നെയാണ്. പിന്നെ ഇതുങ്ങളുടെയൊക്കെ പഠിത്തമൊക്കെ ഇല്ലേ, സ്കൂള് കാര്യങ്ങൾ ഉണ്ടല്ലേ. ഈ പ്രാവശ്യം ക്രിസ്മസ് പരീക്ഷയ്ക്കൊക്കെ വലിയ കുഴപ്പമില്ലാതൊക്കെ മുന്നേറി. ഇവിടെ പിന്നെ അതെ, ഇത് നല്ല മാർക്കായിരുന്നു. സന്തോഷ വാർത്തയും കൂടെ ഉണ്ട്. ഇപ്പോൾ ക്രിസ്മസ് എക്സാമിന്
നല്ല മാർക്കോട് കൂടിയാണ് പാസ്സായിരിക്കുന്നത്. അപ്പോൾ ശരി, 4 വിഷയത്തിൽ 50-ക്ക് 50, പിന്നെ 2 48, 1 43. അപ്പോൾ പുള്ളിക്കാരി നേരത്തെ പറഞ്ഞായിരുന്നു 4 വിഷയത്തിന് നല്ല മാർക്ക്, ഫുൾ മാർക്ക് വാങ്ങിക്കുവാണെങ്കിൽ എനിക്ക് സൈക്കിൾ വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും ഞങ്ങൾ വാങ്ങിക്കും. ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ അത് ലോങ് വീഡിയോ ആയിരിക്കും. അത് ഒന്നല്ല, അപ്പം നമ്മൾ പറഞ്ഞു ഇപ്പം വേണ്ട, ഏപ്രിലിൽ വെക്കേഷനിൽ വാങ്ങിക്കാം എന്ന് പറഞ്ഞപ്പോൾ അവള് പറഞ്ഞു അവൾക്കൊരു സേവിങ്സ് ഉണ്ട്, ഉണ്ടിയൽ വഞ്ചി, അത് പൊട്ടിച്ചിട്ട് വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് പൊട്ടിച്ചാലേ അറിയത്തില്ല എത്ര രൂപ ഉണ്ടെന്ന്. എൻ്റെ ഒരു യോഗ ഒരു 4000 കാണണം. നമുക്ക് പൊട്ടിക്കാം. അതല്ല, എന്തായാലും മോള് നന്നായിട്ട് പഠിച്ചോണ്ടല്ലേ നമുക്ക് മാർക്ക് കിട്ടിയില്ല. അപ്പൊ തീർച്ചയായിട്ടും ഒരു സമ്മാനത്തിന് അർഹയാണല്ലോ. എല്ലാവരും കൊടുക്കാം. അപ്പം ഞങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി തൽക്കാലം നിർത്തുകയാണ്. തുടർന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. எல்லாரும் எங்களை சப்போர்ட் பண்ணுங்க. எங்கள் வீடியோஸ் எல்லாம் பாருங்க, லைக் பண்ணுங்க, கமெண்ட் பண்ணுங்க, ஷேர் பண்ணுங்க. பிடிச்ச வீடியோ எல்லாருக்கும் ஷேர் பண்ணி கொடுங்க. உங்க ஃப்ரெண்ட்ஸ் கிட்ட எல்லாம் சொல்லுங்க. நம்ம ஊர் பொண்ணு வேறு ஊர்ல போய் வீடியோ போடுது, கொஞ்சம் அப்படியே கொஞ்சம் தூக்கி விடுங்க. ஊட்டியில இருந்து கேரளால வந்து 20 வருஷமா வாழ்ந்துட்டு இருக்கேன். எவ்வளவு லாங்குவேஜ் பிரச்சனை எல்லாம் இருக்கு தெரியுங்களா? ஏதோ அப்படியே ஆச்சு பண்ணுவேன். நான் பர்சனலா சொல்லி ஒரு வீடியோ போடணும். என்னோட ஃபீலிங்ஸ் தமிழ்நாட்டுல இருந்து கேரளால வந்து ஒரு பொண்ணு இவ்வளோ வருஷமா இவ்வளோ மெயின்டைன் பண்ணி போறதுன்னா கொஞ்சம் கஷ்டம் தான். அப்போ எல்லாரும் சப்போர்ட் பண்ணுங்க. 5 லட்சம்